ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. സൺഡേ ഈവനിങ് ആയി ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും. അങ്ങനെ എല്ലാ സൺഡേസൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. ഇന്ന് എന്തായാലും ഒന്ന് പോകാം എന്ന് വിചാരിച്ചു. മോള് അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അവൾ ചെയ്യാറുണ്ട്, കണ്ണെഴുതി പൊട്ടൊക്കെ തൊടും. അപ്പോൾ ഞാനും അങ്ങനെ വിട്ടു. അപ്പോൾ അവളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് റെഡിയായിട്ട് വെളിയിൽ പുറത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്കും മഴ വാസ് ലൈക്ക് ഒരു ചെറിയ മഴ ഡ്രിസ്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വലിയ മഴയില്ല, പക്ഷെ കാറ്റുണ്ടായിരുന്നു. നല്ല കാറ്റും ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഡൈനിങ് ടേബിള് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഫിൽ ചെയ്ത് വെച്ചു. പിന്നെ കിച്ചൺ ഞാൻ എപ്പോഴും ചെയ്യും പോലെ തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. കുടിക്കാനുള്ള വെള്ളം റെഡിയാക്കി വെച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഞാനത് എടുത്ത് വെക്കാനുള്ള ഒരു മൂഡ് എനിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും കഴുകി വെച്ചു. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ ഫ്രിഡ്ജിൻ്റെ ട്രേ അതൊക്കെ ഞാനൊന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി വന്നിട്ട് എന്തായാലും എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്കിലത്തെ ഡോറ് ക്ലോസ് ചെയ്തു. പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പം ഇവിടെ ഇവർ സ്റ്റിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പഴയ സിനിമയായിരുന്നു, ഒത്തിരി പഴയതല്ല, ഈ ഇടയ്ക്ക് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി ഇത് കഴിഞ്ഞ ആഴ്ച അതിന് മുന്നിലത്തെ ആഴ്ച ഇടയ്ക്ക് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. നല്ല സിനിമയാണ്. അപ്പോൾ എനിക്കും മോൾക്കും ഈ സിനിമയിലെ കഥ അറിയാം. അപ്പോൾ ചേട്ടൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് പുള്ളിക്കാരൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചേട്ടൻ പതുക്കെ റെഡി ആവാനായിട്ട് പോയി. ഞാനും മോളും റെഡിയായി. അപ്പോൾ ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ചൂടെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനും പിന്നെ ഹാളിൽ വന്നിരുന്ന് ആ സിനിമ തന്നെ കുറച്ച് നേരം ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വ്ളോഗിൽ അവളെ കാണിക്കണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും വ്ളോഗ് എടുത്താലും അമ്മ എന്നെയും കൂടെ കാണിക്കണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അവളെയും കൂടെ ഒന്ന് എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ റെഡി ആയിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ടി വിയൊക്കെ ഓഫ് ചെയ്തു. ഒന്നുകൂടെ ഞാനൊന്ന് ചെക്ക് ചെയ്തു. അപ്പം എല്ലാം വാസ് ഓക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ അത് ഐ ലവ് ട്രിവാൻഡ്രത്തിൻ്റെ ബോർഡ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ഞങ്ങൾ തിയേറ്ററിൽ എത്തി. അതിൻ്റെ സറൗണ്ടിങ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. അവിടെ പിന്നെ സമയമായിട്ടില്ലായിരുന്നു. ഞങ്ങൾ വൈകിട്ടത്തെ ഷോ ആണ് ആക്ച്വലി ബുക്ക് ചെയ്തത്. സോ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊക്കെ ഈ സിനിമയിൽ കാണാൻ കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പം അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നടന്നു. നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻട്രി അവർ ആ സമയത്തിൻ്റെ ഒരു 10 മിനിറ്റ്സ് മുന്നെയാണ് തരുന്നത്. അങ്ങനെ എൻട്രി കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ സീറ്റ് നമ്പറൊക്കെ നോക്കിയിട്ട് ഞങ്ങളുടെ സീറ്റിലോട്ട് വന്നിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എം ടി ആയിട്ടൊക്കെ കാണും, ബിക്കോസ് സമയമായിട്ടില്ല. ഇനിയൊരു 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഫുള്ളായിരുന്നു. തിയേറ്റർ വാസ് ഫുൾ. ഒരുപാട് ഫാമിലീസ്, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ വെറുതെ ഒന്നെടുത്തു, ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പതുക്കെ സിനിമ സ്റ്റാർട്ടായി. സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഈ പിടിച്ചുകൊണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ലൈക്ക് പെട്ടെന്ന് ആ സിനിമയുടെ പേര് വരുമ്പോഴത്തേക്കും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യം ഒരു ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു സീന് കാണിച്ചായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇപ്പോഴല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും സിനിമാ പേര് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സിനിമാ പേര് വന്നു. ഞങ്ങൾ കണ്ട മൂവി സുമതി വളവ് എന്നുള്ളൊരു സിനിമയായിരുന്നു. നല്ല സിനിമയായിരുന്നു. കുറച്ച് ഹൊററാണ്, പക്ഷെ കൊള്ളാം, നല്ല മൂവിയായിരുന്നു. ഞാനങ്ങനെ ഹൊറർ കണ്ടിട്ടില്ല തിയേറ്ററിൽ. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ടൈം വന്നപ്പോഴത്തേക്കും അഗൈൻ ശരി പിന്നെയൊന്ന് ബോറടിക്കാതിരിക്കാൻ ഒന്ന് വെറുതെ എടുത്തു, ഒരു ചെറിയൊരു വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് പേരൊക്കെ പുറത്ത് പോയും വന്നും അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റ്സ് ബ്രേക്കായിരുന്നു. ആൻഡ് കൊള്ളായിരുന്നു മൂവി. എന്തായാലും ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടും അങ്ങനെ കഴിഞ്ഞു. മൂവി അങ്ങനെ കംപ്ലീറ്റ് ആയതിന് ശേഷം എല്ലാവരും ഇതായി നോക്കി നിൽക്കുന്നതായ ഒരു എൻട്രൻസിൻ്റെ അവിടെ ഒരു ചെറിയൊരു ആൾക്കൂട്ടം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സോ കുറേ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ സിനിമയിൽ അഭിനയിച്ച കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരായിരിക്കും മേ ബി. പിന്നെ സാന്ത്വനം സീരിയലിലുള്ള ആ ഒരു ആക്ട്രസ് വന്നിട്ടുണ്ടായിരുന്നു, ഗോപിക. അപ്പം അതിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ ശിവൻ്റെ ഭാര്യയായിരുന്നു അഞ്ജലി, ഇപ്പോൾ GPയുടെ ഭാര്യയാണെന്നൊക്കെ.
അങ്ങനെ പിന്നെ കുറേ ക്യാമറ അങ്ങനെ എല്ലാവരെയും എനിക്കൊരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം സിനിമയിൽ അഭിനയിച്ച ആൾക്കാരെ കാണുക എന്നുള്ളത്, ഡയറക്ടറിനെ കാണുക എന്നുള്ളത് എനിക്കൊരു ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ. ഈ കുട്ടികൾ അതിൽ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കുട്ടികൾ ഉള്ളത്. പിന്നെ ഒരാളെ നിങ്ങൾക്കറിയാം, സ്വാമി അയ്യപ്പനിൽ തുളസി പി എന്നൊക്കെ പറയുന്ന ആ ഒരു പുള്ളിക്കാരനായിരുന്നു. അതിലൊരാൾ പിന്നെ ട്രിവാൻഡ്രംകാരനായിരുന്നു ആ കുഞ്ഞ്. പിന്നെ വേറൊരു അവൻ വന്നിട്ട് കണ്ണൂരുകാരനാണ്. സോ അങ്ങനെ കുറച്ച് അവരുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഒരു ഫാമിലി മൂവി തന്നെയാണ്, എല്ലാവരും പോയി കാണണം, നല്ലൊരു മൂവി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ഞാനങ്ങനെ എടുക്കാൻ പോയില്ല, മോളെ വെച്ചിട്ട് 1-2 ഫോട്ടോസൊക്കെ പറ്റും പോലെയൊക്കെ ഒന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിന്നർ കഴിച്ചു. ഡിന്നർ വലുതായിട്ടൊന്നുമില്ല, ദോശ മാത്രം കഴിച്ചിട്ട് വീട്ടിൽ വന്നു. ഇത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.